ഇപ്പൊ പെങ്ങളെ വീട്ടിക്കൊന്നും പോലില്ലേ? ഇപ്പൊ നോമ്പുറൊക്കെ ഉണ്ടാവുമ്പോൾ ചിലർ പള്ളീനാ ചോദിക്കുക, കാർണോര് ചോദിക്കുക, നാട്ടിലുള്ള വേറെ ചില ആൾക്കാർ കാർണോരോട് ചോദിക്കുക, അല്ല അളിയനും പെങ്ങളും ഒക്കെ ഒരു വലിയ നോമ്പുറ നടത്തിയിട്ട് എന്നെ അവിടെ കണ്ടില്ലല്ലോ, എനിക്ക് ക്ഷണല്ലേ? ഉടനെ തന്നെ തിരിച്ചൊരു മറുപടി, ഏയ് ഞാൻ 1-2 കൊല്ലായിട്ട് അലോഗ്യത്തില, ഞാൻ അങ്ങോട്ടും പോലില്ല, അവരാരും ഇങ്ങോട്ടും വരലില്ല. ഈ മനുഷ്യനാ പള്ളിന്റെ 1-ാമത്തെ സഫില്. ഈ മനുഷ്യനും ഓന്റെ ഓടുക പട്ടിണി കിടന്ന് പടച്ചോനെ ബോധ്യപ്പെടുത്തുന്നത്. ഓല അള്ളാന്റെ മുൻപിൽ നെറ്റി ചേർത്തിച്ച് നിസ്കാര ടൈം ഉണ്ടാക്കണേ. അവരാ കഅബാലയം ചുറ്റിപ്പോന്ന് 4.25 ലക്ഷം റുപ്യ കൊടുത്ത് ടച്ച് ചെയ്തു പോന്നോല. എന്തൊരു മനുഷ്യരെ! ദുനിയാവിൽ പൊരുത്തത്തോടെ വിട്ടുവീഴ്ച ചെയ്ത് കുടുംബം ചേർത്ത് ജീവിക്കാൻ പറ്റാത്തവൻ അള്ളാന്റെ മണ്ണുക്ക് പോകണമെന്നോ റബ്ബിന്റെ മുൻപിൽ സുജൂദ് ചെയ്യണമെന്നോ അള്ളാഹു കൽപ്പിച്ചിട്ടില്ല. കാരണം അത്രയേറെ ബന്ധങ്ങൾ ഇന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. മുഖത്തോട് മുഖം നോക്കാത്തവർ, സലാം പറയാത്തവർ, പറഞ്ഞ സലാം മടക്കാത്തവർ, ക്ഷണിക്കാത്തവർ, ക്ഷണം സ്വീകരിക്കാത്തവർ. ഏട്ടൻ അനിയനെ കണ്ടൂടാ, അനിയൻ ഏട്ടനെ കണ്ടൂടാ, ഏട്ടന്റെ അനിയന്റെ ഓളെ കണ്ടൂടാ, അനിയന്റെ ഏട്ടന്റെ ഓളെ കണ്ടൂടാ, നാത്തുമാർക്ക് ആങ്ങളന്റെ ഓളെ കണ്ടൂടാ, ആങ്ങളന്റെ നാത്തുമാരെ കണ്ണെടുത്ത കണ്ടൂടാ. എത്ര കുടുംബങ്ങളാ പിണങ്ങി ജീവിക്കുന്നത്, എത്ര ആളുകളാ ഉള്ളിൽ പകയും വെറുപ്പും ഈഗോയും കൊണ്ടടക്കുന്നത്. മരിക്കുന്നവരെ പൊരുത്തപ്പെടൂല, പൊരുത്തം ചോദിക്കുകയില്ല.